ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ അർജുനെ രക്ഷിക്കാനായിട്ട് കറക്റ്റ് സമയത്ത് ഒരു ദൈവനിയോഗം പോലെ പാർത്ഥസാരഥി എത്തുകയുണ്ടായി ഇന്നലെ എപ്പിസോഡിൽ. അങ്ങനെ ഗുണ്ടകളൊക്കെ അടിച്ച് നിലംപരിച്ചാക്കിയിട്ട് നമ്മുടെ പാർത്ഥസാരഥി നമ്മുടെ അർജുനെ വിളിക്കുകയാണ്. എടാ അർജുന എഴുന്നേക്ക് തട്ടി കുളിച്ച് നോക്കിയിട്ട് വലിയ കാര്യമായ രീതിയിൽ റെസ്പോൺസ് ചെയ്യുന്നില്ല പാർത്ഥസാരഥി. അതിനിടയിൽ നമ്മുടെ അർജുൻ്റെ വയറൊക്കെ പ്രസ് ചെയ്ത് വെള്ളമൊക്കെ കളയും, വായിൽ നിന്ന് കുറേയൊക്കെ പുറത്തേക്ക് കളയും. അപ്പോൾ ചെറിയ രീതിയിൽ റെസ്പോൺസ് പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അർജുൻ. ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ. പിന്നീട് നമ്മൾ കാണുന്ന സീന് നമ്മുടെ അമ്പാടിയുടെ വീട്ടിലാണ്. അമ്പാടിയും അഞ്ജലിയും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം അർജുൻ ഇപ്പോൾ വരാം എന്ന് എങ്ങോട്ട് എന്ന് പറയാതെയാണ് അർജുൻ അവരുടെ അടുത്ത് നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സമയമായി, എന്നിട്ടും അർജുൻ തിരിച്ചെത്തിയിട്ടില്ല. അതുകൊണ്ട് അഞ്ജലിയാണ് ആകെ വിഷമിച്ചിരിക്കുകയാണ്. രാജീവ് എങ്ങോട്ട് പോയെന്നറിയില്ല, അങ്ങനെയൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് അഞ്ജലി ഇരിക്കുന്നു. അമ്പാടിയാണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫോൺ കുറേ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കും, എന്നിട്ടും അർജുൻ്റെ ഫോണിലേക്ക് കിട്ടുന്നില്ല. അപ്പം അമ്പാടി ആലോചിക്കും, ഈശ്വര ഇവൻ ഇത് എവിടെ പോയി കിടക്കണം, എന്നോട് പറയാതെ ഇവൻ ഇത് എങ്ങോട്ടായപ്പോൾ അർജുൻ, നീ ഇത് എവിടെയാടാ, നീ എവിടെ പോയി കിടക്കുകയാടാ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പം അഞ്ജലി അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. രാജീവ് എവിടെ പോയി, ഒരു റെസ്പോൺസും ഇല്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ആലോചിച്ച് വിഷമിച്ച് അഞ്ജലി ഇരിക്കുന്നു. അഞ്ജലി അമ്പാടിയുടെ അടുത്തേക്ക് എന്നിട്ട് പറയും, അമ്പാടി എന്തോ ഒരു സംഭവമുണ്ട്, എന്താണെന്നറിയില്ല, എനിക്കെന്തോ വലിയൊരു ആപത്ത് വരാൻ പോകുന്ന പോലെ, ഞാൻ ചതിക്കപ്പെട്ടതുപോലെ, എൻ്റെ അടുത്തുനിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ ചതിക്കപ്പെട്ടു, അങ്ങനെ എന്തൊക്കെയോ എനിക്ക് തോന്നുകയാണ് അമ്പാടി. അമ്പാടി പറയും, ഇല്ല അഞ്ജലി, അങ്ങനെയൊന്നുമില്ല. അഞ്ജലി എന്തൊക്കെയായി പറയുന്നത്, അങ്ങനെയൊന്നുമില്ല അഞ്ജലി, എല്ലാ അഞ്ജലിക്ക് ഒരു തോന്നല, അവനിപ്പോൾ വരുമായിരിക്കും, വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അഞ്ജലിക്ക് ഇങ്ങനെയും തോന്നുന്നില്ല, ടെൻഷൻ അടിക്കാതിരിക്കുക അഞ്ജലി. അഞ്ജലി പറയും, അല്ല അങ്ങനെയല്ല അമ്പാടി, എന്തോ ഒരു സംഭവമുണ്ട്, എൻ്റെ അടുത്തുനിന്ന് രാജീവ് എന്തോ ഒരു കാര്യം മറയ്ക്കുന്നുണ്ട്, ഞാൻ അറിയാത്ത എന്തോ ഒരു സംഭവമുണ്ട്, ഞാൻ ചതിക്കപ്പെട്ടതുപോലെ എനിക്ക് തോന്നുകയാണ്. അന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ ഞാൻ രാജീവിനോട് പറഞ്ഞതാണ് രാജീവിൻ്റെ വീട്ടിലേക്ക് പോവുക എന്ന്, പക്ഷെ അപ്പോഴും രാജീവ് സമ്മതിച്ചിട്ടില്ല. ഇങ്ങനെ അഞ്ജലി ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് അമ്പാടിയുടെ പെങ്ങൾ വരും. അമ്പാടിയുടെ പെങ്ങൾ നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് കലിപ്പ് മോഡിലാണ്. കാര്യം വേറൊന്നുമല്ല, ഈ പത്മ കേസുമായി ബന്ധപ്പെട്ട് ആ ഒരു കേസിൽ ഇടപെട്ടപ്പോൾ നമ്മുടെ അമ്പാടിക്ക് മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലുള്ള പരിക്കുകളും അപകടങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം കൂടപ്പിറപ്പല്ലേ, അപ്പോൾ അതിന് കാരണക്കാരായവരോട് കുറച്ച് ദേഷ്യമൊക്കെ തോന്നാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പറയാണ്, അമ്പാടി നിങ്ങളൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് നോക്ക്, കൂടുതൽ നിങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കല്ലേ, നിങ്ങൾ ഈ നാടകം എത്ര നാളിങ്ങനെ തുടരും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുത്തി അമ്പാടിയുടെ പെങ്ങൾ പറയും. ഇദ്ദേഹം അഞ്ജലിക്ക് പിന്നെയും സംശയമായി. അവർ പോവും, ഫുഡ് കഴിക്കാൻ വാന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കാനായിട്ട് വാ, അങ്ങനെ പറഞ്ഞിട്ട് അവർ പോയി കഴിയുമ്പോൾ പിന്നെയും അഞ്ജലിക്ക് സംശയം. അഞ്ജലി അമ്പാടിയോട് പറയും, എന്താണ് അവരങ്ങനെ പറഞ്ഞത്, എന്ത് നാടകം, ഞാനറിയാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ടോ അമ്പാടി, എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു, എന്തോ വലിയൊരു ആപത്ത് എനിക്ക് സംഭവിച്ച പോലെയൊക്കെ എനിക്ക് തോന്നുകയാണ് അമ്പാടി. അമ്പാടി പറയും, അങ്ങനെയൊന്നുമില്ല. ഈ ഒരു സമയം അമ്പാടിയുടെ അമ്മയോട് വരും, വാ നിങ്ങൾ ഇതുവരെ ഫുഡ് കഴിച്ചില്ലേ, വാ വന്ന് കഴിക്കാനായിട്ട് നോക്ക്, രണ്ടുപേർക്കുള്ള ഫുഡ് വിളമ്പി വെച്ചൊക്കെ വേഗം വന്ന് കഴിക്കുക, ചൂടാറുന്നതിന് മുമ്പ് വന്ന് കഴിക്കുക, ഇങ്ങനെയൊക്കെ പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്നാലും അഞ്ജലിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അഞ്ജലി ഫുഡ് കഴിക്കാനായിട്ട് പോകും. അമ്പാടി അപ്പോൾ പറയും, ഈശ്വര അഞ്ജലി എങ്ങാനും അർജുൻ രാഘവൻ്റെ മകനാണെന്ന് പറഞ്ഞാൽ ഈശ്വര ഇവിടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, അർജുന അഞ്ജലി ഇവരുടെ ആരുടെയെങ്കിലും മരണം സംഭവിക്കും, അല്ലെങ്കിൽ ഒരു ആത്മഹത്യ സംഭവിക്കും, ഈശ്വര എന്ത് ചെയ്യും, എന്തൊരവസ്ഥയാണിത്, അവനാണെങ്കിൽ ഇത് എവിടെ പോയി കിടക്കുന്നു, അങ്ങനെ അമ്പാടിയാകെ ഭ്രാന്ത് പിടിച്ചിരിക്കും കേട്ടോ. പിന്നീട് നമ്മൾ കാണുന്ന സീന് നമുക്കറിയാം, അർജുൻ ഒരു കോൺഷ്യസ് ആയ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പാർത്ഥസാരഥി ആണെങ്കിൽ നമ്മുടെ അർജുനെ എടുത്തുകൊണ്ട് പാർത്ഥസാരഥിയുടെ ഒരു വീട്ടിലേക്ക് ചെല്ലും. പാർത്ഥസാരഥി താൽക്കാലികമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലം എന്നേ പറയാൻ പറ്റുള്ളൂ, സ്ഥിരമായൊരു വീടല്ല. അങ്ങനെ അവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പാർത്ഥസാരഥി അർജുന് അവിടെ ബെഡിൽ കിടക്കുകയാണ്, റെസ്റ്റ് എടുത്ത് കിടന്നുകൊണ്ട് കുറേ അധികം സമയമായി. അപ്പോൾ അർജുൻ പതുക്കെ ബോധത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെ അർജുൻ എഴുന്നേക്കും. അർജുൻ നോക്കുമ്പം ഇതെവിടെയാണ്, ഞാൻ എങ്ങനെ ഇവിടെ എത്തി, അങ്ങനെയൊക്കെ അർജുൻ ആലോചിക്കും. ആ സമയത്ത് പാർത്ഥസാരഥി കടന്നു വരും. എടാ അർജുൻ, നീ എഴുന്നേറ്റോ, നീ ഓക്കെ ആയോടാ, നീ ഈ കാപ്പി കുടിക്കുക, ഈ ചുക്ക് കാപ്പി കുടിക്കുക, നീ എല്ലാം അങ്ങ് സെറ്റാവും, നിനക്ക് ഈ ചൂടങ്ങ് അകത്തേക്കല്ലേ എല്ലാം സെറ്റാവും. പാർത്ഥസാരഥിയെ കാണുന്നത് കാണിച്ച സന്തോഷം, ഓ ബ്രോ നിങ്ങളില്ലായിരുന്നു എൻ്റെ ജീവനിപ്പോൾ പോയിനെ, ഞാൻ ആ കുളത്തിൽ കിടന്ന് എനിക്കാണ് നീന്തലും അറിയില്ല, ഞാൻ ചത്തുപോയിനെ ബ്രോ, ഞാൻ എന്നാലും എങ്ങനെ ഇവിടെ എത്തി ബ്രോ ഇങ്ങനെ കറക്റ്റ് ആ സമയത്ത് അവിടെ എത്തി. പാർത്ഥസാരഥി പറയും, അതൊക്കെ എത്തിയടാ, നീ ചുക്കാപ്പി കുടിക്കും, നീ റെഡിയാവട്ടെ, നിനക്ക് ഇത്രമാത്രം ശത്രുക്കൾ എവിടുന്നാടാ,
ആ 4 ഗുണ്ടകളുണ്ടല്ലോ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ഗുണ്ടകളാണ്. നിന്നോട് ഇത്രയും വലിയ ശത്രുത ആർക്കാണ് അർജുനെ? ആ 4 ഗുണ്ടകളുണ്ടല്ലോ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ഗുണ്ടകളാണ്, നൊട്ടോറിയസ് ക്രിമിനലുകൾ. നിനക്കെന്തിന് ഇത്രയും വലിയ കൊട്ടേഷനൊക്കെ തരാൻ പാകത്തിന് ആരാടാ ഉള്ളത്? അർജുൻ പറയാണ്, എനിക്കറിയത്തില്ല, എന്താണെങ്കിലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഒരു അഡ്വക്കേറ്റാണ് ഈ സംഭവം തന്നിരിക്കുന്നത്. എന്താണെങ്കിലും അയാളെ ഞാൻ കണ്ടുപിടിക്കും, അർജുൻ ആരാണെന്നറിയും. പാർത്ഥസാരഥി പറയും, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, നീ അത് കണ്ടുപിടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യ്. എന്താണെങ്കിലും നീ ഇപ്പോൾ ഓക്കെ അല്ലേ? എന്താണെങ്കിലും നീ വേഗം റെഡിയായിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് നോക്ക്. എനിക്ക് കുറച്ച് പണിയുണ്ട്, ഇന്ന് കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങണം, നാളെ രാവിലെ തന്നെ ജിമ്മ് തുറക്കാമല്ലോ, പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അർജുൻ പറയും, എന്താണെങ്കിലും ബ്രോ വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, എന്താണെങ്കിലും ഭയങ്കര സന്തോഷമുണ്ട്, നന്ദിയുണ്ട് ബ്രോ എന്തായാലും ഒരു സംഭവം തന്നെ. ബ്രോയ്ക്ക് എന്താ പറയുക, പ്രത്യേക ഒരു കഴിവാകട്ടോ എന്തൊക്കെയാണെങ്കിലും എല്ലാ കാര്യത്തിലും. അങ്ങനെ പറയുകയാണ്. അങ്ങനെ അർജുന് കുറേ അധികം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചതിന് ശേഷമാണെങ്കിൽ ഈ ഒരു സമയത്ത് കേട്ടോ ഒരു സംഭവം കൂടി അപ്പോൾ ഉണ്ടാവുകയാണ്. ഈ സമയത്ത് ഫോണാണെങ്കിൽ തിരിച്ചു വന്നിട്ട് ഫോൺ നോക്കുമ്പോൾ ഫോൺ കാണുന്നില്ല. അർജുൻ പറയും, ഈശ്വരൻ എൻ്റെ ഫോൺ എവിടെ? ഫോൺ കാണുന്നില്ല, ഫോൺ ആ കുളത്തിൽ പോയപ്പോൾ മിസ്സായി പോയെന്നാണ് തോന്നുന്നത്. പാർത്ഥസാരഥി പക്ഷേ ഈ ഫോൺ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളത്തിൽ പോയതുകൊണ്ട് അരിയിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അരിയിൽ വിട്ട് വെച്ചുകൊണ്ട് ആ നനവൊക്കെ വലിച്ച് ഫോൺ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. ഞാൻ അർജുന് ഫോൺ കൊണ്ടു കൊടുക്കും. പാർത്ഥസാരഥി ഒരു സോഷ്യൽ മീഡിയാസിലൊക്കെ പല ഐഡിയാസും ഉണ്ട്, ഇങ്ങനെ നമ്മൾ എന്തെല്ലാം ഐഡിയാസ് കിടക്കുന്നു. ഈ നനവൊക്കെ വന്ന് ഇങ്ങനെ അരിയിലിട്ട് വെച്ച് ഇതൊക്കെ റെഡിയാവും. എന്നടാ നിൻ്റെ ഫോൺ നോക്കി ഓൺ ചെയ്ത് നോക്കിക്കേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അർജുൻ ഫോൺ നോക്കുമ്പോൾ ഓക്കെയാണ്, പക്കയാണ്. അർജുൻ പറയും, ബ്രോ ആളൊരു സംഭവം തന്നെ, ആളൊരു മാസ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അർജുൻ ഫോൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം വരുന്ന ഫോൺ അനുപമയുടെയാണ്. ആ ഒരു സീൻ കാണുമ്പോൾ ഞാൻ ഓർക്കും, ഫോൺ ഓൺ ചെയ്തതേ ഉള്ളൂ, അപ്പോൾ തന്നെ അനുപമ വിളി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഈ അനുപമ വിളിക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം. അർജുൻ എന്തെങ്കിലും സംഭവിച്ചോ, അർജുൻ മരണപ്പെട്ടോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയണം. കാരണം അവരാണല്ലോ ഈ ടീമിനെ അങ്ങോട്ടേക്ക് വിട്ടിട്ടുള്ളത്. അവർ കണ്ടിന്യൂസ് ആയിട്ട് അർജുൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന വേറൊരു കാരണം കൂടി, മറ്റേ ഗുണ്ട സംഘങ്ങൾ ഈ ഒരു സംഭവം ചെയ്തതിന് ശേഷം തിരിച്ച് ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല. ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷം വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ല. അത് തന്നെയാണ് അവർ കിടന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഇനി അർജുനൊന്നും സംഭവിച്ചില്ലേ, അവരാഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലേ, ഇങ്ങനെയൊക്കെ ആലോചിച്ചാണ് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുൻ ഫോൺ എടുത്തതോട് കൂടിയിട്ട് അനുപമയുടെ കാറ്റ് പോയി. അപ്പോൾ ഒരു കാര്യം നടന്നില്ല എന്ന് അനുപമയ്ക്ക് അപ്പം തന്നെ മനസ്സിലായി. അർജുനോട് അനുപമിക്കും, എടാ നീ എവിടെയാടാ, നിന്നെ എത്ര നേരമായിട്ട് വിളിക്കുന്നത്, നിനക്ക് എന്താ പറ്റി, നീ എവിടെയുള്ളത്? അനുപമയോട് അർജുൻ പറയും, ഏടത്തിയോട് ഞാനത് ചോദിക്കേണ്ടത്, ഏടത്തി പറഞ്ഞ സ്ഥലത്ത് ഞാൻ വന്നിട്ട് ഏടത്തി എവിടെ ഉണ്ടായി, എനിക്കൊരു 8ൻ്റെ പണി കിട്ടി, ഏടത്തിയാണ് അതിന് മറുപടി പറയേണ്ടത്. അനുപമ അപ്പോൾ ഒന്നും അറിയാത്ത ചോദിക്കും, എന്താടാ അർജുൻ, എന്താ നിനക്ക് പറ്റിയത്? അർജുൻ കാര്യങ്ങളൊക്കെ പറയും, ഇങ്ങനെ കുറച്ച് ഗുണ്ടകൾ വന്ന് എന്നെ ആക്രമിച്ചു, അങ്ങനെ പാർത്ഥസാരഥി എൻ്റെ ഒരു സുഹൃത്ത് വന്നു, അയാൾ തന്നെയാണ് രക്ഷിച്ചതെന്ന് പറയും. അങ്ങനെ എനിക്ക് ഇങ്ങനെ കൊട്ടേഷൻ തരാൻ ആരാണുള്ളത്? ഒരു വക്കീലാണ്. അനുപമ അപ്പോൾ പ്ലേറ്റ് നൈസായിട്ട് മാറ്റി പിടിക്കും. ഇത് തന്നെ പറ്റിയ അവസരം, രാഘവനെയും അർജുനെയും തമ്മിൽ അടുപ്പിക്കാൻ ഇത് തന്നെ പറ്റിയ അവസരമെന്ന് അനുപമ വിചാരിക്കുകയാണ്. അനുപമ നൈസായിട്ട് തുറപ്പിച്ചിട്ട് ഇറക്കി വിടും. അനുപമ പറയും, എടാ അർജുനെ, നിന്നോട് എനിക്കൊരു കാര്യം പറയേണ്ടത്, നീ ഇത് കേട്ട് വിഷമിക്കരുത്, നിന്നോട് പറയണമെന്ന് ആഗ്രഹിച്ചില്ല, പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എടാ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ വിട്ടതാടാ, അത് ഒരു അഡ്വക്കേറ്റ് എന്നല്ലേ നീ പറഞ്ഞു? എടാ നിൻ്റെ അച്ഛൻ രാഘവനുണ്ണി തന്നെയാടാ അത് ചെയ്തത്. ഇത് കേൾക്കുന്ന നമ്മുടെ അർജുനന് ഷോക്കടായിപ്പോൾ, ഈശ്വര എന്ത് താനീ കേൾക്കുന്നത്, തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് രാഘവനുണ്ണി തൻ്റെ അച്ഛൻ ഗുണ്ടകളെ വിട്ടെന്നോ? അർജുൻ പറയും, ഏടത്തി എന്തായി പറയുന്നത്, ഏടത്തി പറയുന്നത് സത്യമാണോ? അച്ഛൻ അങ്ങനെയൊക്കെ എന്നോട് ചെയ്യുമോ? അനുപമ പറയും, അതേടാ അങ്ങനെ ചെയ്യൂടാ, അയാളും അഡ്വക്കേറ്റ് രാഘവനുണ്ണിയും കുറുപ്പും കൂടി പ്ലാൻ ചെയ്യുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു, എൻ്റെ കാതുകൊണ്ട് ഞാൻ കേട്ടൂടാ, ഇങ്ങനെയാടാ ശരിക്കും സംഭവിച്ചത്, നീ അത് വിഷമിക്കല്ലേ, അതുകൊണ്ടാണ് നിന്നോടൊന്ന് മാറി നിൽക്കുന്നത്. ഞാൻ പറയാം, നീ തൽക്കാലം അഞ്ജലിയായിട്ടൊന്ന് മാറി നിൽക്കുക, അതാണ് നിനക്ക് നല്ലത്. കാര്യങ്ങളെല്ലാം ഓക്കെ ആകുമ്പോൾ ഞാൻ പറയാം നിന്നോട് കേട്ടോ. എനിക്ക് അഞ്ജലി എന്തൊക്കെ പറഞ്ഞില്ല എൻ്റെ അനിയത്തിയല്ലേടാ, അതുകൊണ്ടും കൂടി ഞാനീ പറഞ്ഞു, നീ തൽക്കാലം ഒന്ന് മാറി നിൽക്ക്, എല്ലാം ഓക്കെ ആക്കാം, ഞാൻ ഓക്കെ ആക്കി തരാം നിനക്ക്, എന്നിട്ട് നീ തിരിച്ചു വന്നാൽ മതി. ഇങ്ങനെ നൈസായിട്ട് പറ്റിയൊരു അവസരം ഈ അനുപമ ഉപയോഗിക്കുകയാണ്. പക്ഷെ എപ്പോഴും ഈ അനുപമയുടെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടും അനുപമയെ വീണ്ടും വീണ്ടും അർജുൻ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുന്നത് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. അർജുൻ ഫോൺ കട്ട് ചെയ്യും കേട്ടോ. അർജുനാണെങ്കിൽ ഇത് ആലോചിച്ചാൽ ഷോക്കഡായി പോകും. ഈശ്വര, എന്നെ കൊല്ലാൻ വേണ്ടി എൻ്റെ സ്വന്തം അച്ഛൻ ഗുണ്ടകളെ വിട്ടിരിക്കുന്നു, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അർജുൻ ആലോചിക്കുകയാണ്. എന്താണെങ്കിലും അതിനുശേഷം അർജുൻ എന്താണെങ്കിലും അമ്പാടിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുമായിരിക്കും. ആ സീനൊന്നും കാട്ടിയിട്ടില്ല.
ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും അവസാന സീൻ എന്ന് പറയുന്നത് ഇങ്ങനെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത ശേഷം അനുഭവിക്കാൻ ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലാണ്. ഗുണ്ടകളെ വിട്ടിട്ട് ഒരു കാര്യവും നടന്നിട്ടില്ല. ഇതൊക്കെ വളരെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഹരീന്ദ്രൻ വക്കീൽ ആ സമയത്ത് അവിടെ കൂടെ ഉണ്ടായിരുന്നു. ഹരീന്ദ്രൻ വക്കീൽ പറയും എന്തായി? അപ്പോഴത്തേനും അനുഭവം ഏടോ തന്നെ പറഞ്ഞാൽ മതി, തൻ്റെ ഒരു ഗുണ്ടകൾ ആ 4 പേരെ അടിച്ച് നിലംപരിശാക്കി. ഒരു പാർത്ഥസാരഥി എന്ന് പറഞ്ഞ ഒരുത്തൻ, അവൻ ആ 4 പേരെ അടിച്ച് നിരപ്പാക്കിയിട്ട് അർജുന് രക്ഷിച്ചു. തൻ്റെ ഒരു ഗുണ്ടകൾ, എന്ത് ഗുണ്ടകളാണോ താൻ വിട്ട ആള്, എല്ലാം തൻ്റെ മിസ്റ്റേക്കാണ്, ഒന്നും പറയാതിരിക്കുന്നത് നല്ലത്. അങ്ങനെ അനുഭവം ആകെ അപ്സെറ്റാണ്. കറക്റ്റ് ഇവർ ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ അബി അവിടെ ഉണ്ട് കേട്ടോ. അബി ഈ കാര്യങ്ങളൊക്കെ എത്രത്തോളം കേട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അബി കറക്റ്റ് സമയത്ത് അവിടെ വരുന്നുണ്ട്. അബി ഇതെല്ലാം കേട്ടുകൊണ്ടാണ് വരുന്നത്. അനുഭവം പറയുന്നുണ്ട്, ഞാൻ കറക്റ്റ് ആ സമയത്ത് രാഘവനാ ഇത് ചെയ്തെന്ന് പറഞ്ഞതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. കറക്റ്റ് ആ സമയത്ത് അത് പറയാനായിട്ട് തോന്നിയത് എൻ്റെ ബുദ്ധിയാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അബി അങ്ങോട്ട് കടന്നു വരും. അവർ ഹരിയും അനുപമയും ആകെ ഷോക്കഡായി നിൽക്കുകയാണ്. കാരണം അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ അബി കേട്ടിട്ടുണ്ടോ എന്നൊരു സംശയം അവർക്ക് തോന്നുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എന്താണെങ്കിലും നല്ലൊരു എപ്പിസോഡ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. രാത്രിയിലെ വീക്കിൻ്റെ പ്രൊമോയുടെ റിവ്യൂ നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.